ഹായ് ഹലോ സുഖല്ലേ? അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി 3.5 ടേബിൾ സ്പൂൺ പൊടിച്ച റാഗി പൗഡറാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിലുള്ള റാഗി തീർന്നു പോയി. അതുകൊണ്ട് ഇതുപോലെ റാഗി നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരുപാട് കാലം നമുക്ക് ഈ റാഗി പൗഡർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 3.5 ടേബിൾ സ്പൂൺ റാഗിയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ റാഗിയുടെ പൗഡറും ഇതുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അല്ലേ? റാഗിയിൽ ഒത്തിരി അയൺ അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് റാഗി. അപ്പൊ റാഗിയുടെ ഗുണങ്ങൾ നമ്മൾ പക്ഷെ അറിഞ്ഞു തന്നെ കഴിക്കണം. അതായത് വലിയവർക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ശർക്കരയോ പാലോ ഒന്നും ചേർത്ത് കഴിക്കാതെ, ഡയബറ്റിക് ഒക്കെ ആയവർക്ക് പ്രത്യേകിച്ചും നമ്മൾ റാഗിയുടെ പുട്ടോ അല്ലെങ്കിൽ റാഗിയുടെ ഇഡ്ഡലിയോ അതുപോലെ ആക്കി കഴിക്കുക. കഴിക്കുന്നതിൻ്റെ അളവിലും ഉണ്ട്. റാഗിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വലിയ അളവിലൊന്നും കഴിക്കാൻ നിൽക്കരുത്. അത് നമുക്ക് നെഗറ്റീവ് ഫലമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 150 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 170 ഗ്രാം ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട തേങ്ങാപ്പാൽ നമുക്കിനി റെഡിയാക്കി എടുക്കണം. ഇത്രയും വലിയ ഒരു തേങ്ങയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ള തേങ്ങയുടെ എടുത്തിട്ട് നിങ്ങൾ ചിരവി ഇട്ടോളൂ. ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് ചിരവിയത് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് ഗർഭിണിയായിരിക്കുന്നവർക്കും കൊച്ചു കുട്ടികൾക്ക്, അതായത് 6 മാസം മുതലുള്ള കുട്ടികൾക്കും. അത് 6 മാസം മുതൽ നമുക്ക് കുട്ടികൾ വലുതായി, അതായത് ഒരു 10-15 വയസ്സ് വരെ നമ്മൾ അവരുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തണം. അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഈ റാഗിക്ക്. അതായത് കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി, അനീമിയയുടെ കുറവ്, വിളർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും, അതായത് കുട്ടി ഹൈറ്റ് വെക്കാൻ, വെയിറ്റ് വെക്കാൻ എല്ലാം നമുക്ക് റാഗി ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ തേങ്ങാപ്പാലിലൊക്കെ എടുത്തിട്ട് തേങ്ങാപ്പാലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. റാഗിയുടെ പൗഡർ മിക്സ് ചെയ്തത് നമുക്ക് ഇതുപോലെ തീ കത്തിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് റാഗി വെച്ച് കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു 2-3 മിനിറ്റ് മാത്രമേ വേണ്ടൂ ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അത്രയും സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിച്ചു പോകും. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അത്ര മാത്രമേ സമയമുള്ളൂ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ ഇനി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണേ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചിരവിയത് ചേർക്കുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതെല്ലാം കുറുകി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത്രേ ഉള്ളൂ ഇത് റാഗിയുടെ ഈ ഡ്രിങ്ക്. അപ്പോൾ ഇതൊന്ന് 2-3 തിള മാത്രമേ വരണ്ടൂ. അപ്പോഴത്തേനും നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയ റാഗിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 2 കട്ട ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് ടേസ്റ്റ് ഇതിന് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.